9 to 5 ജോബ് സ്പൈൻ ഡാമേജ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പൈനിനെ നമുക്ക് തന്നിക്കുന്നത് ഈ വിരലുകളിലേക്ക് തന്നെയാണ് ഞാൻ വീണ്ടും പോകുന്നത്. വിച്ച് ഇസ് ഈ വിരലുകളിൽ ഈ സ്പൈനിന്റെ പോലെ തന്നെ പല സെഗ്മെന്റ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടാണ്. അതിൻ്റെ ഇടയിൽ കുഷൻ ഉണ്ട്, ബോൺ ഉണ്ട്. ഇതെന്തിനാണ് ഈ കട്ട് തന്നിക്കണേന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാം. സ്കിൽഡ് മൂവ്മെന്റ്സ് മടക്കി അതിന്റെ ആക്ടിവിറ്റി നമുക്ക് പല രീതിയിലും നമ്മുടെ ബോഡീനെ മോഡിഫൈ ചെയ്യാനും ടാക്കിൾ ചെയ്യാനൊക്കെ ആയിട്ടുള്ളതാണ്. അതിന് പകരം ഈ കട്ടില്ലെങ്കിൽ ഇതിങ്ങനെ മടങ്ങുള്ളൂ. ഇനി ഈ കട്ടിനെ ഞാൻ 9 to 5 വർക്ക്സ് സമയത്ത് ഇങ്ങനെ ഇരിക്കണേന്ന് വിചാരിക്കുക. ഇറ്റ് ഈസ് എ സ്ട്രെയിൻ ടു മെയിൻറ്റെയിൻ ദിസ് പൊസിഷൻ. ഇറ്റ് ഹാസ് ടു ചേഞ്ച്. ഒരു പൊസിഷൻ തന്നെ ഒരു ബോഡിക്ക് അത്രയും തവണ അത്രയും നേരം മെയിൻറ്റെയിൻ ചെയ്യുന്നത് മാറ്റിയിട്ട് യു ഹാവ് ടു ട്രാൻസ്ഫർ ദ ലോഡ് ടു ഡിഫറെന്റ് സെഗ്മെന്റ്സ് ആൻഡ് യു ഹാവ് ടു സ്ട്രെങ്തൻ യുവർ മസിൽസ്. അതായത് ഞാൻ ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുകയാണ്. ഈ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സെർട്ടൺ ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആക്ട് ചെയ്യണം. ഓക്കെ, ഇവർക്കേ ആ ജോലിയുള്ളൂ. ഞാൻ 9 to 5 അവർക്ക് മാത്രമേ ഞാൻ ജോലി കൊടുത്തിട്ടുള്ളൂ. അവർക്ക് അത് താങ്ങില്ല. ആ സമയം ഞാൻ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ആൾക്കാർ അത് ഏറ്റെടുക്കണം. അത് ഏറ്റെടുക്കുമ്പോൾ ഈ ആൾക്കാരുടെ ജോലി കുറച്ചൊന്ന് കുറഞ്ഞു. അതേസമയം ഞാൻ കിടന്നു കഴിഞ്ഞാൽ വീണ്ടും വേറെ ആൾക്കാർ ഏറ്റെടുക്കണം. അപ്പോൾ ഡീവിയേറ്റ് ചെയ്യണം. അതിന് പകരം ഞാൻ ഇരുന്നിട്ട് ഫുൾ ടൈം ഇങ്ങനെ ഇരുന്നിട്ടാണ് ജോലി ചെയ്യണമെങ്കിൽ ആ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് മസിൽസിന് സ്ട്രെയിൻ ആണ്. യു ഹാവ് ടു മൂവ് അറൗണ്ട്, ചേഞ്ച് ദ പ്രഷർ ഓൺ ടു സിംഗിൾ സ്പോട്ടിലോട്ടോ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഏരിയയിലേക്ക് കൊടുക്കുന്നതിന് പകരം ഡീവിയേറ്റഡ് ആ ഒരു സമയം കഴിഞ്ഞ് മാറ്റണം. ഇല്ലെങ്കിൽ അതിന് പറ്റുന്നില്ല.